ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ കല്യാണം ഉടനെ നടക്കും. ആഹാ, അടിപൊളി. വളരെ ബേഷ്. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ നാത്തൂൻ പോൻ. ആട്ടെ, എപ്പോഴാ കല്യാണം? തീയതി കുറിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് ഒപ്പേട്ട. എന്ത് പ്രശ്നം? അത് മോക്ക പയ്യനെ വേണ്ടെന്നാ പറയുന്നത്. എങ്കിൽ പിന്നെ ആ കല്യാണം നടത്താതിരിക്കുന്നതാ നല്ലത്. പക്ഷേ ഞങ്ങൾക്ക് വരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് പോപ്പേട്ട. ഇഷ്ടമല്ലാത്ത ഒരാളോട് ജീവിക്കേണ്ടത് നിങ്ങളുടെ മകളല്ലേ? ദേ, സ്വർണം കായ്ക്കുന്ന വീട്ടിലേക്കാണ് കെട്ടിച്ചയക്കാൻ പോകുന്നതെങ്കിലും മകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിന് തുനിയരുത്. നോക്കൂ, മകളുടെ ഇഷ്ടം നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അല്ലാതെ നടത്തിവിടുന്ന ബന്ധങ്ങളാ പിന്നീട് കണ്ണീരിലും കലാശത്തിലും ചെന്ന് അവസാനിക്കുന്നത്. ശരിയല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. മോളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ അവളുടെ കല്യാണം നടത്തൂ. അങ്ങനെ ചെയ്താൽ മകളുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവും. നിങ്ങൾ ചെല്ല്. ശരി. ഓ, ഞാൻ പറഞ്ഞതൊക്കെ മോള് കേട്ടു അല്ലേ? കേട്ടു. എനിക്ക് അച്ഛനെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നി. പക്ഷേ നീ അതൊന്നും കേട്ട് ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട. നിന്റെ കല്യാണം എന്റെ ഇഷ്ടത്തിനെ നടക്കൂ. ഏട്ടാ, ഏട്ടയിന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതിനുമുമ്പ് ഇവിടെ ഒരു ചടങ്ങ് നടത്താനുണ്ട്. എന്ത്? ജാതകം നോക്കൽ. ആരുടെ? നിങ്ങളുടെ എല്ലാവരുടെ. ജോത്സ്യന്റെ ഇപ്പൊ എങ്ങെത്തും. ഇപ്പൊ എന്തിനാ ജാതകം നോക്കുന്നേ? അത് കൊള്ളാം. നിങ്ങളുടെയൊക്കെ കല്യാണം എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? എന്നിട്ട് വേണം അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏട്ടന് ചെയ്യാൻ. എന്താ ചേച്ചി? നമ്മുടെയൊക്കെ ജാതകം നോക്കാൻ ഒരു ജോത്സ്യം വരുന്നുണ്ട്. വരട്ടെ. ആരെങ്കിലും ജാതകത്തിൽ രാജയോഗം ഉണ്ടോന്ന് അറിയാലോ. നമ്മുടെ കല്യാണം എപ്പോഴാന്ന് അറിയാനാ വരുന്നത്. ദേ ഏട്ടാ, എനിക്കിപ്പോ വേണ്ട കേട്ടോ. എന്റെ ദേഹത്ത് കാക്കി കയറിയതിനു ശേഷം മാത്രം മതി കല്യാണം. എനിക്കും ഉടനെ വേണ്ട. ചേച്ചിമാർക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എപ്പോ കെട്ടാനും റെഡിയാ. അയ്യടാ, കുഞ്ഞിന്റെ മനസ്സിലിപ്പോ ചെറുതൊന്നല്ലോ. ജോത്സ്യർ വന്നല്ലോ. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം. വരണ വഴിക്കൊരു വിക്കിനും കണ്ടു. പിന്നെ വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ പോയി ഒരു നാളികേരം ഉടച്ചിട്ട് ഇറങ്ങിയ അതാ വൈകി. ആണല്ലേ? നന്നായി. കുഞ്ഞി, നീ അങ്ങോട്ടേക്ക് ചെല്ല. അതിങ്ങടുത്ത് നടക്ക്. അനീതിമാരുടെ ജാതകങ്ങളാണ്.
എന്നാ രശ്മി, റാണി, രഞ്ജിനി. പത്താമത്തെ ഗ്രഹത്തെ കണ്ടുപിടിക്കാണെന്ന് തോന്നുന്നു. സാറ്റലൈറ്റ് സെർച്ച്. ചുമ്മാ ഇരിക്കും. ജോത്സ്യരെ അതെന്റെ ജാതക അത് നോക്കണ്ട. ആ, ഈ ജാതകം എന്റെ കയ്യിൽ വന്നതല്ലേ, നോക്കിക്കളയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജോത്സ്യരെ? പറയാം. രത്നമോളുടെ കല്യാണം എപ്പോഴാ നടക്കുക? ഏട്ടാ, എന്താ എന്താ ജോത്സ്യരെ? രാശിപ്പലകയില് കല്യാണ യോഗയില്ല. ഇല്ലാന്ന് വെച്ചാല് ഉടനെ ഇല്ല. പക്ഷേ ഒരാളുടെ കല്യാണം ഉടനെ നടക്കും. ആരുടെ? വേറെ ആരുടെ അല്ല, തന്റെ കല്യാണം ഉടനെ നടക്കും. ആഹാ, അടിപൊളി. വളരെ ബേഷ്. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ നാത്തൂൻ പോൻ. പോയി തോന്നണം വിളിച്ചു പറയുന്നു. അതെ, ജോത്സ്യർക്ക് തെറ്റിയതാണ്. എന്റെ കല്യാണം അല്ല ആദ്യം നടക്കുക. നടക്കാൻ പോകുന്നത് എന്താണോ അതാ ഞാൻ പറഞ്ഞത്. രാശിപ്പലകയിൽ തെളിഞ്ഞത് തെറ്റില്ല. ഗിരീശന്റെ വിവാഹം കഴിഞ്ഞിട്ടേ അനിയത്തിമാരുടെ വിവാഹം നടക്കൂ. അതിന് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. ഇനി വേണമെങ്കില് ഗിരിക്ക് ഏത് നാളുകാരിയാ ചേരുന്നതെന്നും പറയാം. ആ അതൊന്നും അത് ഞാൻ പറയാം. മതി 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 മതി. ജോത്സ്യരുടെ പ്രവചനമൊക്കെ മതി. രാശിപ്പലക കള്ളം പറയില്ല. അത് കുഴപ്പമില്ല. കള്ളം പറയുന്ന കവടിയിൽ തൊടാ. ഓരോ കള്ളം പറഞ്ഞിറങ്ങിയിരിക്കാം. കള്ളമല്ല, സത്യമാണ്. കവടി അവിടെ വെക്ക്. എന്റെ കല്യാണം നടക്കും പോലും. കാണിക്കണേ. ഭൂതവും ഭാവി വർത്താനൊക്കെ ഇനി പിന്നീട് പറയാം കേട്ടോ. ഇതെല്ലാം ഈ സഞ്ചിക്കകത്ത് തന്നെ ഇട്ടു വെച്ചോ. ഇനി പുറത്തേക്ക് എടുക്കണ്ട. കഴിഞ്ഞു അത് പിടിക്കും. എഴുന്നേക്ക് എഴുന്നേക്ക്. ഈ കള്ള പലകം പിടിച്ചോ. ഇനി ദക്ഷിണ തന്നില്ല എന്ന് പറയരുത്. അതെ, പിടിച്ചോ. വാ 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 വാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പൊക്കോ പൊക്കോ പൊക്കോ. ഈ ഭാഗത്തിന് കണ്ടുപോരുത്. തള്ളാതെ. ഇറങ്ങണോ. ജോത്സ്യരായി പോയി. ഇല്ലെങ്കിൽ വല്ലതും പിടിച്ച് പറഞ്ഞേനെ. മാനം നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. പാട്ട് കുഞ്ഞി